ഹലോ. അപ്പൊ മലയാളി ഫ്രം ഇന്ത്യയുടെ കഥ ഷാരിസ് മുഹമ്മദും ഡിജോയും ചേർന്ന് കോപ്പി അടിച്ചതല്ലെന്ന് ഡയറക്ടറും ഫെഫ്ക ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി നമുക്ക് വിശ്വാസമായി അവർ കോപ്പി അടിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ പ്രസ് മീറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ ഉറപ്പായത് ഇവർ അവിടെ നിന്ന് ചുരണ്ടിയതാവാൻ സാധ്യതയുണ്ടെന്ന്. ആ രീതിയിലായിരുന്നു പ്രസ് മീറ്റ്. ഒരു പ്രസ് മീറ്റിലുള്ള തിരക്കഥ പോലും എഴുതാൻ ശ്രീ ബി ഉണ്ണികൃഷ്ണന് പറ്റുന്നില്ല എന്നത് കഷ്ടമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ റീസെന്റ് വന്ന സിനിമകളെല്ലാം ഫ്ലോപ്പ് ആവുന്നത്. ഒരു പ്രസ് മീറ്റ്, ഒരു 10-15 അരമണിക്കൂറോ മാത്രമുള്ള പ്രസ് മീറ്റിനുള്ള തിരക്കഥ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾ എങ്ങനെയാണ് 2-2.5 മണിക്കൂർ നീളുന്ന തിരക്കഥ എഴുതി അത് പ്രേക്ഷകനെ ആനന്ദിപ്പിക്കുകയും അവനെ കൂടുതൽ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റുന്നത്? ഈ പ്രസ് മീറ്റിന്റെ തിരക്കഥ തന്നെ പൊളിഞ്ഞ് പാളീസായ അവസ്ഥയിലാണ്. അദ്ദേഹം പറഞ്ഞ ചില പോയിന്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് 2013 ഇതുപോലൊരു എലമെന്റ് ഉള്ള ഒരു കഥ രാജീവ് എന്ന ഒരാൾ എഴുതിയിരുന്നു എന്നാണ്. ആ എലമെന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനിയും തമ്മിൽ ഉടലെടുക്കുന്ന സൗഹൃദം എന്ന എലമെന്റ് ആയിരിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതേ എലമെന്റ് ഉള്ള കഥ 2015 തന്നെ വന്നിട്ടുണ്ട്. പിക്കറ്റ് 43 എന്ന മേജർ രവി കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ സിനിമ. അതിനകത്തും ഒരു ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനും ഒരു ഇന്ത്യൻ ആർമിക്കാരനും പാകിസ്ഥാനി ആർമിയും ഒരു ഉദ്യോഗസ്ഥൻ, മുഷറഫ് എന്നുള്ള പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ജാവേദ് ജാഫ്രി ചെയ്ത ക്യാരക്ടർ, അവർ തമ്മിൽ ഉടലെടുക്കുന്ന ഒരു സൗഹൃദമാണ് അവിടെയും വന്നത്. അവിടെയും രണ്ടുപേരും ശത്രുപക്ഷത്താണ്, രണ്ടുപേരും ശത്രുക്കളാണ്. പക്ഷേ സാഹചര്യങ്ങൾ അവരെ സുഹൃത്തുക്കളാക്കുന്നു. അതേ കൺസെപ്റ്റ് തന്നെയല്ലേ മലയാളി ഫ്രം ഇന്ത്യയിൽ ആർമിക്കാരനല്ല എന്നൊരു വ്യത്യാസം മാത്രം. ഇവിടെ ഒരു സംഘപ്രവർത്തകനാണ്, അല്ലെങ്കിൽ സംഖ്യയാണ്. പാകിസ്ഥാനികളെയും വെറുക്കുന്ന ഒരു സംഖ്യയാണ് എന്നൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അവർക്കും ചില സാഹചര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്നു, ഒരുമിച്ച് തങ്ങൾക്ക് പ്രതികൂലമായ അവസ്ഥകളെ തരണം ചെയ്യേണ്ടി വരുന്നു. അതല്ലേ സാറേ രണ്ടിലുമുള്ള കഥ. പിന്നെ പറഞ്ഞൊരു പോയിന്റ്, ജയസൂര്യ ഇതിന്റെ കഥ ഡിജോയോട് പറഞ്ഞിട്ടില്ല, ഒരു വരിയോ മറ്റോ പറഞ്ഞതായിട്ട് ഓർക്കുന്നു എന്നാണ് ജയസൂര്യ പറഞ്ഞത്. ഇവിടെ ആരാണ് കള്ളം പറയുന്നതെന്ന് അറിയില്ല. സപ്പോസ് ജയസൂര്യ സത്യം പറയുകയാണ് എന്ന് തന്നെ എടുക്കുക. ജയസൂര്യ ഒരു വരി മാത്രമേ പറഞ്ഞുള്ളൂ. ആ ഒരു വരി പാകിസ്ഥാനികളെയും വെറുക്കുന്ന ഒരു സംഖ്യയും ഒരു പാകിസ്ഥാനിയും ഒരുമിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ അകപ്പെടുന്നു, അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടണം. ഇത്രയും മതി ഒരു സിനിമ ഉണ്ടാക്കാൻ. ഈ ത്രെഡ് മാറ്റി ഒരാൾക്കൊരു തിരക്കഥ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ആദ്യം സംഖ്യയുടെ കേരളത്തിലെ ജീവിതം, അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും, അയാൾക്ക് പാകിസ്ഥാനികളെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട് കാണിക്കുക. അതിനുശേഷം അയാളെ ഒരു മുസ്ലിം മെജോറിറ്റിയായ സ്ഥലത്തേക്ക് പറിച്ചു നടുക. അവിടെ ഒരു പാകിസ്ഥാനിക്കൊപ്പം അയാളെ ജോലി ചെയ്യാൻ നിർബന്ധിതനാക്കുക. അതിനുശേഷം അവർ രണ്ടുപേരും അകപ്പെടുന്ന ഒരു അവസ്ഥ കാണിക്കുക. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു ഒറ്റ ലൈൻ മതി. ബേസിക്കലി ഒരു സിനിമ നമുക്ക് എഴുതണമെങ്കിൽ, ഒരു തിരക്കഥ എഴുതണമെങ്കിൽ നമുക്കൊരു ത്രെഡ് മാത്രം മതി. ഈ ത്രെഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഈ സിംഗിൾ ലൈൻ, അതിനുവേണ്ടിയാണ് തലകുത്തി നിൽക്കേണ്ടി വരുന്നത്. ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോ ആവേശം എന്ന സിനിമയുടെ ഒരു ത്രെഡ്, ബാംഗ്ലൂരിൽ റാഗിങ്ങിന് വിധേയമാകുന്ന 3 മലയാളി കുട്ടികൾക്ക് സഹായത്തിനായി രംഗ എന്നൊരു ഗുണ്ട എത്തുന്നു. അത് തന്നെയാണ്. അത് പിന്നെ എങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം എന്നത് ആ തിരക്കഥാകൃത്തിന്റെ ചിന്തയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ പിന്നെ അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എഴുതിയെടുക്കാൻ. ഒരൊറ്റ ലൈൻ ആയാലും മതി. ഇപ്പോൾ എനിക്ക് അത് വിശ്വാസം വരുന്നില്ല, ഒരു ലൈൻ മാത്രമായിരിക്കും ജയസൂര്യ പറഞ്ഞതെന്ന്. ജയസൂര്യ മിക്കവാറും കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. അല്ല, ഒരു ലൈൻ പറഞ്ഞിട്ട് നല്ലതാണ്, നിഷാദിനോട് സംസാരിക്കുമെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള പോയിന്റ് വളരെ കോമഡിയാണ് കേട്ടോ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, നിങ്ങൾ ഒരു കാര്യം അറിയണം, ടെക്നോളജി അങ്ങ് ചന്ദ്രനിൽ എത്തി നിൽക്കുകയാണ്, അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് ഒക്കെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഡിജോ ജോസ് ആന്റണി നിഷാദ് കോയ അയച്ചു കൊടുത്ത PDF തുറന്നു പോലും നോക്കിയിട്ടില്ല. വാവ്. നിഷാദ് കോയ അയച്ചു കൊടുത്ത PDF ഡിജോ ജോസ് ആന്റണി തുറന്നു പോലും നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മൊബൈലിൽ അദ്ദേഹം കണ്ടു, അത് തുറന്നു നോക്കിയിട്ടില്ല, അത് പൈസ വെച്ചു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, വളരെ എളുപ്പമാണ്. തുറന്നു നോക്കിയ PDF തുറന്നു നോക്കിയില്ല എന്നാക്കാൻ ആ ഡിലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഇത് ഡിലീറ്റ് ചെയ്താൽ തന്നെ അവിടെ കാണാതാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വെബിൽ നോക്കിയാൽ മതി. വാട്സാപ്പ് വെബിലാണ് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മൊബൈലിൽ അത് കാണില്ല ഡൗൺലോഡ് ചെയ്തതായിട്ട്. അത് ഡൗൺലോഡ് ചെയ്യാത്ത രീതിയിൽ തന്നെയായിരിക്കും അവിടെ കിടക്കുന്നത്. നിങ്ങൾ ഇത് ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കുമ്പോൾ സ്വയം പറ്റിക്കപ്പെടുകയാണ്, സ്വയം ഇളിഭ്യരാവുകയാണ്. അത് മനസ്സിലാക്കുക.
അതല്ലാതെ ഈ ഇത്തരം ചൈൽഡിഷ് കുട്ടിത്തം വിട്ടുമാറാത്ത രീതിയിലുള്ള എക്സ്ക്യൂസുമായിട്ട് നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരരുത്. ഒരു പ്രസ് മീറ്റ് വിളിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് സഹായിക്കണം, ലിസ്റ്റിൻ സ്റ്റീഫനെ സഹായിക്കണം, ഡിജോയെ സഹായിക്കണം, ഷാരിസിനെ സഹായിക്കണം, ഓക്കെ, എല്ലാം ചെയ്തോളൂ. പക്ഷെ ഇത്തരം എക്സ്ക്യൂസുകളെങ്കിലും പറയാതിരിക്കൂ. അപ്പോൾ ലിസ്റ്റിൻ പറയുന്നത് ഇങ്ങനൊരു കോപ്പി ചെയ്ത കഥ സിനിമയാക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ എന്നാണ്. ശരിയാണ്, നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് കോപ്പി ചെയ്തതാണോ അല്ലയോ എന്ന്? നിങ്ങളല്ലല്ലോ കഥ ഉണ്ടാക്കിയത് ഷാരിസ് മുഹമ്മദും ഡിജോയും ചേർന്നാണ്. അവർ പറയുന്നത് വരെ നിങ്ങൾക്ക് അറിയില്ല അത് കോപ്പിയാണോ അല്ലയോ എന്ന്. അവർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അത് കോപ്പി ചെയ്തതാണോ അതോ അവരുടെ ഒറിജിനൽ സൃഷ്ടിയാണോ എന്ന്. ഇതൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെയോ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെയോ അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല ഒരു കഥ എഴുതുക എന്നുള്ളത്. അപ്പോൾ ഒരാൾ കഥ എഴുതി എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനേ തരമുള്ളൂ അയാൾ തന്നെ എഴുതിയതാവുമെന്ന്. അല്ല, ലിസ്റ്റിൻ സ്റ്റീഫൻ അതിനുള്ള മാന്ത്രിക വിദ്യയൊന്നും ഇല്ലല്ലോ അവർ തന്നെ എഴുതിയതെന്ന് ഉറപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. അവർ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നിങ്ങൾ കാശ് മുടക്കി ആ കാശ് തിരികെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് നിങ്ങൾ സമ്മതിക്കുന്നു. എത്രയായാലും 10-30 കോടി ചെലവാക്കുമ്പോൾ അത് നഷ്ടം വരുമ്പോൾ ആർക്കായാലും വിഷമം വരും. ആ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളും അത്ര കണ്ണിൽ ചോരയില്ലാത്ത സാധാരണക്കാരൊന്നുമല്ല. ഞങ്ങളും നല്ല സിനിമയാണെങ്കിൽ അത് ഹിറ്റായനെ. പക്ഷെ ഇങ്ങനൊരു വിവാദം വരുമ്പോൾ ആക്ച്വലി ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത് അതിന്റെ യഥാർത്ഥ റൈറ്ററാണ്. അത് നിഷാദ് കോയ ആണെങ്കിൽ അയാളാണ് ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അയാളൊപ്പം നിൽക്കാനേ സാധാരണ ജനങ്ങൾ തീരുമാനിക്കൂ. മറ്റുള്ളവരുടെ കഥ മോഷ്ടിച്ച് ഹീറോ ആവുന്ന രാജപ്പന്മാർ എന്നും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നാടോടിക്കാറ്റിന്റെ കഥ തന്നെ ശ്രീനിവാസൻ സിദ്ദിഖ് ലാലിന്റെ കയ്യിൽ നിന്ന് കോപ്പി ചെയ്തതാണെന്ന് അവർ പലതവണ പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖ് ലാൽ ശ്രീനിവാസനോട് പറഞ്ഞ കഥയാണെന്ന് അവർ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് സത്യനന്ദിക്കാടും ഏറെക്കുറെ എഗ്രി ചെയ്തതുമാണ്. അവർ കൃത്യമായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല എങ്കിലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാം അത് നാടോടിക്കാറ്റ് എന്ന കഥ സിദ്ദിഖ് ലാലിൻ്റെതായിരുന്നു എന്ന്. അപ്പോ ഇത് പുതുമയുള്ള ഒരു കാര്യമല്ല. രാജപ്പന്മാർ എന്നും ഉണ്ടായിട്ടുണ്ട്. ആ രാജപ്പന്മാർ മറ്റുള്ളവരുടെ അവസരം തട്ടിയെടുക്കുകയാണ്, മറ്റുള്ളവരുടെ പ്രയത്നത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തന്നെ ഈ നിഷാദ് കോയയുടെ അഡ്വക്കേറ്റ് ലിസ്റ്റിൻ സ്റ്റീഫനെ വിളിച്ചിരുന്നു റിലീസിന് മുമ്പ്. എന്നിട്ട് അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് കേസ് കൊടുത്തോളാനാണ്. അപ്പോൾ കേസ് കൊടുക്കുന്നതിന് പകരം നിഷാദ് കോയ തൻ്റെതായ രീതിയിൽ അത് പോസ്റ്റ് ചെയ്തു. അതിനിപ്പോ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അയാളുടെ പോസ്റ്റിൽ, അയാളുടെ ഫേസ്ബുക്ക് വാളിൽ അയാൾ തന്റെ കഥ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കെതിരാണെന്നോ അല്ലെങ്കിൽ അത് കുറ്റകരമായ കാര്യമാണെന്നോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല ആര് എന്ത് ചെയ്യണമെന്ന്. അപ്പോ ഇവിടെ മറ്റൊരു കാര്യവും കൂടെ ഉള്ളത്, ഈ ഡിജോ വായിച്ചിട്ടില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ നിഷാദ് കോയ ഡിജോയെ വിളിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ അനുസരിച്ച് പൃഥ്വിരാജ് ഇദ്ദേഹത്തോട് പറഞ്ഞു ഡിജോ ചെയ്യാൻ പോകുന്നത്, ഡിജോ നിവിൻ പോളിയുമായിട്ട് ചേർന്ന് ചെയ്ത കഥയ്ക്ക് നിങ്ങളുടെ കഥയുമായിട്ട് സാമ്യമുണ്ട്, ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വിളിച്ചു. നിഷാദ് കോയ ഡിജോയെ വിളിച്ചപ്പോൾ ഡിജോ പറഞ്ഞത് യാതൊരു സിമിലാരിറ്റിയും ഇല്ല, ഒരു പാകിസ്ഥാനി ഉണ്ട് എന്നൊരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ എന്ന്. കഥ വായിക്കാത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും യാതൊരു സിമിലാരിറ്റിയും ഇല്ലെന്ന്? ഡിജോ കഥ വായിച്ചില്ലെന്നല്ലേ പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതും ബി ഉണ്ണികൃഷ്ണനോട് ഡിജോ പറഞ്ഞതും ഡിജോ കഥ വായിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ കഥ വായിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇതിന് സിമിലാരിറ്റി ഒന്നുമില്ലെന്ന്? അതിനർത്ഥം നിങ്ങൾ കഥ വായിച്ചിട്ടുണ്ട് എന്നല്ലേ? അതായത് കാര്യങ്ങൾ അത്ര വെടിപ്പല്ല. നിങ്ങൾ വെടിപ്പാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. കാര്യങ്ങൾ അത്ര വെടിപ്പൊന്നുമല്ല. ഞങ്ങൾക്കും മനസ്സിലാവും, ഞങ്ങൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ. ഞങ്ങൾ സിനിമ കാണുന്നവരാണ്, ഞങ്ങൾ ലോകം കണ്ടിട്ടുള്ളവരാണ്, ഞങ്ങളും കാര്യങ്ങൾ പത്രങ്ങളിലും മറ്റും വായിക്കുന്നവരാണ്. സാധാരണ ജനങ്ങൾ നിങ്ങളെപ്പോലെ ക്രിയേറ്റീവ് അല്ല എന്ന് വെച്ച് മണ്ടന്മാരാണ് എന്നല്ലല്ലോ അർത്ഥം. അതിനിടയ്ക്ക് പ്രൊഡ്യൂസറായിട്ടുള്ള സിയാദ് കോക്കർ പറയുന്നു, ഇത്തരം ഒരു പരിപാടി കാണിച്ച നിഷാദ് കോയെ മലയാള സിനിമയിൽ നിലനിർത്തണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഷാരിസ് മുഹമ്മദിന്റെ തന്നെ ജനഗണമനയിലെ ഒരു ഡയലോഗാണ്, ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല, മലയാള സിനിമയും അങ്ങനെയല്ല. ചിലർക്കൊക്കെ അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ സിനിമ ആടത് എപ്പോൾ കാണണമെന്ന് നമ്മൾ തീരുമാനിക്കും. ചിലർ മലയാള സിനിമയുടെ മുകളിൽ കയറി തങ്ങൾ മന്നന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സിനിമകൾ, അടുത്ത് വരുന്ന സിനിമകളെല്ലാം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ടപ്പേന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഏത് സിനിമ വിജയിക്കണമെന്നും ഏത് സിനിമ ഫ്ലോപ്പ് ആവണമെന്നും. നിങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല, മലയാള സിനിമയും അങ്ങനെ തന്നെ ആരുടെയും തന്തയുടെ വകയല്ല. നിലനിർത്തണോ വേണ്ടയോ തീരുമാനിക്കുന്ന ആരാണ് ഇവിടെ അവകാശം തന്നത്? ഇവിടെ വിനയന്റെ കേസ് കൂടി നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ആരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ, അയാളുടെ ജോലി ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല.
ശ്രീ വിനയൻ, സംവിധായകൻ വിനയൻ ഇതേ കേസിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് നേടിയെടുത്തുകൊണ്ട് വന്നത്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ആരാണ്? ഒരു പ്രൊഡ്യൂസർ അല്ലേ? 4 സിനിമ പൊട്ടിയാൽ തീരാവുന്നതല്ലേ ഉള്ളൂ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ തീരുമാനിച്ചാലേ സിനിമ വരുമെന്നൊക്കെ തെറ്റിദ്ധാരണ മാറ്റി വെക്കും. നിങ്ങളുടെ മലയാള സിനിമ ഇല്ലെങ്കിൽ തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഹിന്ദിയുണ്ട്, കൊറിയൻ സിനിമകൾ വരെയുണ്ട്. എല്ലാ സിനിമകളും ഇപ്പോൾ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്, നല്ല നല്ല സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ട്. അവിടെയൊന്നും ആരും ആരോപണം ഉയർത്തിയില്ലല്ലോ ഇത് എന്റെ കഥയാണ്, എന്റെ സിനിമയാണെന്നൊന്നും. ഇവിടെ ഇങ്ങനെ നിഷാദ് കോയ പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാണുമുണ്ടാവും. അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അപ്പോഴേക്കും നിങ്ങൾ വിരളി പിടിച്ചാൽ എന്താ അവസ്ഥ? നിങ്ങൾ പറയുന്ന ഒരു എലമെന്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപൂർവമായ യാദൃശ്ചികത, അവിശ്വസനീയമായ യാദൃശ്ചികത എന്നൊക്കെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അവിശ്വസനീയമല്ല, വിശ്വസനീയമായ യാദൃശ്ചികത തന്നെയാണ്, മോഷണം തന്നെയാണ്. അതല്ലാതെ യാതൊരു കാര്യവുമില്ല. മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുക തന്നെ വേണം. അതിന് അയാൾക്ക് അർഹതപ്പെട്ടത് കിട്ടുക തന്നെ വേണം. നിഷാദ് കോയ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥ ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതിപ്പോ ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ പോലും അത് നല്ല പണിയുള്ള കാര്യമാണ്, ഒരു ത്രെഡ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അയാൾക്ക് അതിനുള്ള അർഹതപ്പെട്ട പ്രതിഫലം കിട്ടുക തന്നെ വേണം. അല്ലാതെ നിങ്ങൾ പണത്തിന്റെ ബലത്തിൽ ആളെ വിളിച്ചു കൂട്ടി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടൊന്നും നിങ്ങൾ പറയുന്ന ഭാഗം ശരിയാവണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല. അപ്പോൾ രാജീവ് എന്നൊരു വ്യക്തി 2013 എഴുതിയ കഥയിൽ ഇതേപോലെ ഒരു എലമെന്റ് ഉണ്ടെന്നോ, അയാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അയാൾ ഇപ്പോൾ സ്റ്റീലിന്റെ എന്തോ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നോ ഒക്കെ പറയുന്നു. എന്തായാലും അൾട്ടിമേറ്റ്ലി ഈ പ്രസ് മീറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുമെന്ന് നിഷാദ് കോയക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്രസ് മീറ്റ് അതുപോലെ ഫ്ലോപ്പ് ആയിരുന്നു. നിഷാദ് കോയ ഇത് റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം ഫെഫ്റ്റയിലും മറ്റും മെമ്പറാണ്, അദ്ദേഹത്തിനും വോയിസ് കുറവാണ്, അദ്ദേഹം പ്രൊഡ്യൂസർ കൂടിയാണ്. ആ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഫ്ലോപ്പ് ആയതോടെ കാസ്റ്റിന്റെയും ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിനും ഉണ്ടാകും. അപ്പോൾ ഇത്രയും ശക്തരായ ആൾക്കാരോട് നിന്ന് പിടിച്ചു നിൽക്കാൻ ആവതുണ്ടാവില്ല. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. ഇത് ഇവരോടൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് അത്രയും സാമ്പത്തിക ശേഷി വേണം, ഭരണതലത്തിൽ ബലം, സ്വാധീനം വേണം. ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനൊക്കെ കമ്മ്യൂണിസ്റ്റിന്റെ ആൾക്കാരൊക്കെ ആകുമ്പോൾ അയാൾക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ അടിച്ചു നിൽക്കണമെങ്കിൽ, ഇവരൊക്കെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്വാധീനം വേണം. അതിനുള്ള സ്വാധീനം ഇല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിഷാദ് കോയ ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നത്. എന്തായാലും മലയാളി ഫ്രം ഇന്ത്യയുടെ കോപ്പിയടി വിവാദം അത്ര പെട്ടെന്നൊന്നും തീരാൻ പോകുന്നില്ല. ഈ കളങ്കം ഷാരിസ് മുഹമ്മദിന്റെയും ഡിജോയുടെയും മുകളിൽ ഏറെക്കാലം നിലനിൽക്കുക തന്നെ ചെയ്യും. ഭാവിയിൽ പലരും ഉദാഹരണമായിട്ട് പറയാൻ പോകുന്ന പോലും ഇതായിരിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. 80കളിൽ നടൻ ശ്രീനിവാസൻ കോപ്പി ചെയ്ത നാടോടിക്കാറ്റ്, സിദ്ദിഖ് ലാലിന്റെ കഥ എന്ന് പറയുന്ന നാടോടിക്കാറ്റിന്റെ കളങ്കം ഇപ്പോഴും അദ്ദേഹത്തെ വിട്ടുമാറിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ 2024 നടന്ന സംഭവം വളരെ കാലം, ഒരു 10-20 വർഷമെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ബെറ്റർ നിങ്ങൾ കോപ്പി ചെയ്യാതിരിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് കഥ ഉണ്ടാക്കുക. അല്ലെങ്കിൽ കൊറിയയിൽ നിന്നോ ജാപ്പാനീസിൽ നിന്നോ മറ്റോ കോപ്പി ചെയ്തുകൊണ്ട് വരിക. അപ്പൊ കുഴപ്പമില്ല. നമ്മൾ കാണാത്ത സിനിമയായിരിക്കും. നമ്മൾ മലയാളികൾക്ക്, സാധാരണക്കാർക്കും അങ്ങനെ ഒരു സിനിമ കാണാൻ ചാൻസ് കിട്ടുമായിരിക്കും. അങ്ങനെ വല്ലതൊക്കെ ചെയ്യുക. അല്ല കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ പാര വെച്ച് അവന്റെ ജീവിതം ഇല്ലാതാക്കരുത്. അവന്റെ സൃഷ്ടിയെ കവർന്നെടുത്ത് നിങ്ങൾ രാജാക്കന്മാരാവാൻ പോകുന്നില്ല. നിങ്ങൾ കള്ളന്മാരെന്നും കള്ളന്മാർ തന്നെയായിരിക്കും. നിങ്ങൾ എത്ര കാശുണ്ടാക്കിയാലും. വീരപ്പൻ കാശുണ്ടാക്കിയെന്ന് വെച്ച് വീരപ്പൻ ആനക്കൊമ്പ് കള്ളൻ അല്ലാതാവുന്നില്ല. വീരപ്പൻ തന്നെയാണ്. താങ്ക് യു.